ഹലോ ഹായ്. ഞാനൊരു സ്റ്റഡി പ്ലാനായിട്ടാണ് വന്നിരിക്കണേ. വേറൊന്നുമല്ല, ഇത് ഞാൻ ലൈവിൽ പറയാമെന്ന് വിചാരിച്ച കാര്യമാണ്. 1-2 പ്രാവശ്യം ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ എനിക്ക് സൗണ്ട് ഒന്നും ആർക്കും കേൾക്കണില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്ത്, എന്തോ ഒരു പ്രോബ്ലം, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്താണ്. അതുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്തിരുന്നത് ലൈവിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നാളെ തന്നെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നാളെ തന്നെ നമ്മളെന്താ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഡിസംബറിലേക്കുള്ള എക്സാമിന് വേണ്ടി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. കുറേ പേര് പഠിച്ചിട്ടുണ്ടാവും, കുറേ പേർക്ക് എന്താ പറയുക, കുറേ എത്തിയിട്ടുണ്ടാവും, ചിലർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, റിസൾട്ട് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു മന്നിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് അങ്ങനെയൊക്കെ പോണവരുണ്ടാവും അല്ലേ. പലരും പല വിധത്തിലുള്ളവരാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു പ്ലാനോടുകൂടി തന്നെ പോവാം. നമുക്കിപ്പോൾ നല്ല സമയമുണ്ട് അല്ലേ. ഇപ്പോൾ ഓഗസ്റ്റേ ആയിട്ടുള്ളൂ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അതുവരേക്ക് നമുക്ക് സമയമുണ്ട്. നവംബറിൽ നമ്മൾ ഫുൾ റിവിഷനാണ്. ഓക്കെ, നമുക്ക് ഫുൾ റിവൈസ് ചെയ്യാനായിട്ട് 1 മാസം വേണം. അപ്പോൾ നമുക്ക് എന്താണ് 3 മാസം നന്നായിട്ടുണ്ട്. അത് ഒരു ഗ്രൂപ്പ് എഴുതുന്നവർക്കും ഓക്കെ, 2 ഗ്രൂപ്പ് എഴുതുന്നവർക്കും ഓക്കെ, അത് കറക്റ്റായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് നമുക്ക് ഈ ഡിസംബർ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പഠിക്കാം. ഇന്ന് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചായിരുന്നു, അങ്ങനെ എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ച് ആരും അങ്ങനെ വേണം വേണ്ട അങ്ങനെ എന്താ പറയുക, ഗ്രൂപ്പിലേക്ക് ആരും മെസ്സേജ് അയച്ചിരുന്നില്ല. പക്ഷെ പേഴ്സണലി പറഞ്ഞ കുറേ പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഗ്രൂപ്പിലിട്ടത്. ഇപ്പം നിങ്ങൾക്കില്ല, ഇത് വേണ്ട, ഞങ്ങൾക്കിത് ഞങ്ങൾക്ക് ഓക്കെ അല്ല, ഞങ്ങൾ തന്നെ പഠിച്ചോളാം, ഞങ്ങളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടെന്നുള്ളവർ ഓക്കെ, അത് ഞാനൊരു ആരും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ എന്താ പറയുക, തന്നെ പഠിച്ചു, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പഠിച്ചു. ഇത് എൻ്റെ അടുത്ത് ഒത്തിരി നാളായിട്ട് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ്. ഒത്തിരി പേർക്ക് ഇത് എത്ര പേരുണ്ടെന്നുള്ളതൊന്നും അറിയണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ റെഡിന്ന് മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അതിനനുസരിച്ച് നമുക്കെന്താ കൂടുതൽ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് മെസ്സേജ് അയക്കുവാണെന്നുണ്ടെങ്കിൽ, റെഡിയാണ്, ഇത് ക്ലാസ്സിന് റെഡിയാണെന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇതിൽ കമൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അവരെ മാത്രം ഞാൻ സെപ്പറേറ്റ് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് അവർക്ക് മാത്രം ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും അതൊക്കെ ചെയ്ത് കൂടുതൽ അവരെ മാത്രം നമ്മളോട് ഒരു ഗ്യാങ് ആയിട്ട് ഫോം ചെയ്തിട്ട് അങ്ങനെ നമ്മൾ എന്താ പറയുക പഠിക്കാനായിട്ട് തുടങ്ങാൻ പോവാണ്. ഇനി എൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത് ഞാൻ ഫസ്റ്റേ പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു മാസം, അതായത് നാളെ 5th ഓഗസ്റ്റ് ആണ്, 2024 ആണ്. അപ്പോൾ നമുക്ക് നാളെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ 3 സബ്ജക്റ്റാണ്. ഒന്ന് ഡയറക്ടേഴ്സ്, അക്കൗണ്ട്സ്, കോസ്റ്റ്. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇനി പെൻഡിങ് ഉള്ളത് ഏതാണ്? ഒന്ന് ഇൻഡയറക്റ്റ് ടാക്സും ഇനി ഒന്ന് ലോയും ആണ് പെൻഡിങ് ഉള്ളത്. ലോ ഞാൻ എടുക്കണില്ല. ലോ ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ട് തരാം. ഓക്കെ, അത് എത്രമാത്രം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ലോ ഞാൻ എടുക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോ ഓരോരുത്തർക്കും എന്താ പറയുക പല രീതിയിലായിരിക്കും അവർ പഠിക്കുന്നത്. നമ്മൾ ഇത്ര പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് എന്താ പറയുക അത് ശരിയായിട്ട് വരില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ലോ അത്ര ഈസി അല്ല, അല്ലെങ്കിൽ അത്ര നന്നായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക അത്ര ഡെയിലി പഠിക്കാൻ, ഇത്ര പോർഷൻസ് പഠിക്കാമെന്നും പറഞ്ഞാൽ എല്ലാവർക്കും അത് ഓക്കെ ആവണമെന്നില്ല. എല്ലാവരും ആ ഒരു എന്താ പറയുക കുറേശ്ശെ പഠിക്കുന്നവരുണ്ടാവും. എങ്ങനെയായാലും നിങ്ങൾ ഡെയിലി കുറച്ച് പഠിക്കാൻ നോക്കുക. ഡെയിലി പഠിച്ചിട്ട് നിങ്ങൾ ഈ ഒരു 3 മന്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും തീർക്കാൻ പറ്റും. പോകണമെന്നുണ്ടെങ്കിൽ നവംബർ കൂടി എടുത്താലും നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ലോ പഠിക്കുമ്പോൾ മാത്രം നിങ്ങൾ എന്ന് സ്റ്റാർട്ട് ചെയ്താലും അത് എന്താ പറയുക ആ പഠിച്ചത് തന്നെ പിന്നെ ലാസ്റ്റ് വരേക്കും പഠിക്കുമ്പോൾ അത്രയും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒவ்வொரு ദിവസവും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ലോയുടെ ലാംഗ്വേജ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കണം. പിന്നെ അതിൽ പോയിന്റുകളുണ്ട്, അമെൻമെൻ്റ് ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇരിക്കാനായിട്ട്. ഓക്കെ, നമ്മൾ മെറ്റീരിയൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, അമെൻമെൻ്റ് ഉണ്ട്, അതൊക്കെ നോക്കിയിട്ടിരിക്കുക. അതിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കമ്പനി ലോയാണ്. കമ്പനി ലോ സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ എത്തിക്സ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ കമ്പനി ലോ എത്തിക്സും ഫസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് 2 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് എനിക്ക് ലോയിനെ കുറിച്ച് നിങ്ങൾക്ക് പേഴ്സണലി പറയാനുള്ളത്. നാളെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നാളെ തന്നെ
ഏതെങ്കിലും ഒരു ടൈം നിങ്ങൾ ഒതുക്കി ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് ലോയ്ക്ക് വേണ്ടിയിട്ട് ഒതുക്കി വെക്കുക. എന്നിട്ട് ഇത്തിരിച്ച് പഠിച്ചു തുടങ്ങുക. ഡെയിലി പഠിക്കുക. അതിനൊരു എന്താ പറയുക, അതിനൊരു ടൈം ടേബിളോ അതിനൊരു ഇട്ടില്ലെങ്കിൽ നിങ്ങൾ ഡെയിലി അത് പഠിക്കുമ്പോൾ അത് ഇഷ്ടമുള്ളവരാണെങ്കിലും ശരി ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ശരി നമുക്കത് എന്താ പറയുക പ്രോപ്പറായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ലോയുടെ ലാംഗ്വേജ് വേണം, അതാണ് മസ്റ്റായിട്ടുള്ളത്. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് മന്തിലേക്ക് മാറ്റി വെക്കാം. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അക്കൗണ്ട്സും കോസ്റ്റിംഗും ഒക്കെ കൂടി വരാൻ നേരത്തെ നമുക്ക് ആകെ എന്താ പറയുക, അത് ആദ്യമൊക്കെ ചിലപ്പോൾ ഞാൻ കുറച്ച് പോർഷൻസ് ഇട്ടിട്ടുള്ളൂ. ആദ്യമൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റുമായിരിക്കും. കാരണം ആദ്യത്തെ പോർഷനൊക്കെ എല്ലാവരും പഠിച്ചിട്ടും ഉണ്ടാവുമായിരിക്കും. അങ്ങനെ നമുക്ക് മേക്കപ്പ് ചെയ്ത് പോകും. പക്ഷെ കുറച്ച് കഴിയാൻ നേരത്ത് ഞാനും കുറച്ച് പോർഷൻസൊക്കെ എന്ത് ചെയ്യും, കൂടുതൽ തരാനായിട്ട് തുടങ്ങും. അപ്പോൾ തരുമ്പോൾ നമുക്കത് ഭയങ്കര ബേർഡനായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ടാക്സിൻ്റെ കൂടെ ഇൻഡയറക്റ്റ് ടാക്സും കൂടെ ചേർക്കാതിരുന്നത്. നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സ് നല്ല സമയമുണ്ട്, നമുക്ക് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങാം. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓഗസ്റ്റ് ആയിട്ടുള്ളൂ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ജൂണിലെ എക്സാമിൻ്റെ റിസൾട്ട് കൂടി വന്നിട്ടില്ല അല്ലേ? ആ റിസൾട്ട് കൂടി വരാം. ആ റിസൾട്ട് വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ 3 സബ്ജക്റ്റാണ് നമ്മൾ എന്താ പറയുന്നത് തീർക്കണത്. 3 സബ്ജക്റ്റ് ഈ ഓഗസ്റ്റിലേക്ക് തീർക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ കോൺഫിഡൻസ് ലെവലൊന്നും ആലോചിച്ച് നോക്ക് അല്ലേ? ഈ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ 3 സബ്ജക്റ്റ് തീർന്നു. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം എഴുതുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ആ 3 സബ്ജക്റ്റ് തീർന്നു എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കോൺഫിഡൻസ് ലെവലൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ആ ലോയും കൂടി ചെയ്ത് ഡെയിലി ഇതേപോലെ 2 അവർ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ ആ ലോയും ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ? അപ്പം നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലൊന്ന് ആലോചിച്ചു. പിന്നെ നമുക്ക് കിടക്കുകയാണ് സെപ്റ്റംബർ, ഒക്ടോബർ അല്ലേ, നവംബറിൽ നമ്മൾ വേറൊരു പോർഷൻ വെക്കരുത്. ഇതിൻ്റെ എന്താ പറയുക, ഇത് റിവൈസ് ചെയ്യാനും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാനും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാനും മാത്രമേ നവംബർ യൂസ് ചെയ്യാനായിട്ടുള്ളൂ പാടുള്ളൂ. അല്ലാണ്ട് നവംബറിൽ നമ്മൾ ഇരുന്ന് തല കുത്തി മറിഞ്ഞ് പഠിക്കാനേ നിൽക്കരുത്, പഠിക്കാൻ ആലോചിക്കുകയേ ചെയ്യരുത്. ഓക്കെ, പിന്നെ 2 ഗ്രൂപ്പ് എഴുതണവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് തന്നെ ഈ ഒരു 3 സബ്ജക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇൻഡയറക്റ്റ് ടാക്സേ ഉള്ളൂ അല്ലേ? അടുത്ത മാസം നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സെക്കൻഡ് ഗ്രൂപ്പും ഇതും ഒക്കെ കൂടി വരാൻ നേരത്തേക്കും ഉള്ള ആ ഒരു ലെവലൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് എത്ര ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, എത്ര ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, എത്ര ഫ്രീ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാൻ പറ്റും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ? അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവലിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക. കോൺഫിഡൻസ് ആയിട്ട് എത്ര ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എത്ര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും, എത്രമാത്രം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നാളെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ചെയ്യാൻ പോണത് നമുക്കൊരു ഐഡിയ വേണം അല്ലേ? ഓരോ ടോപ്പിക്കിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. ആദ്യം നമുക്ക് മെറ്റീരിയൽ 100% നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അതാണ് നമ്മൾ ഈ ഒരു മാസം കൊണ്ട് ഈ 3 സബ്ജക്റ്റിന് ചെയ്യാൻ പോണത്. DT ആയിക്കോട്ടെ, അക്കൗണ്ട്സ് ആയിക്കോട്ടെ, കോസ്റ്റിംഗ് ആയിക്കോട്ടെ, അതിൽ ഫുൾ പ്രോബ്ലം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഒരു പ്രാവശ്യം ചെയ്യാൻ പോവുകയാണ്, ഒരു പ്രാവശ്യം മെറ്റീരിയൽ ഫുള്ളായിട്ട് നമ്മൾ വായിക്കാൻ പോവുകയാണ്, ഒരു പ്രാവശ്യം നമ്മൾ അതോടുകൂടി തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ തനിയെ എഴുതി വെക്കാൻ പോവുകയാണ്, ഒക്കെ ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആ ഒരു ഫസ്റ്റ് ടൈമിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ എന്താ പറയുക, നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഫുൾ ഐഡിയ നമുക്ക് കിട്ടുവാണ് അല്ലേ? ഇനി അതേപോലെ തന്നെ ഞാൻ എന്താണ് സൺഡേ എന്നുള്ളത് ഞാൻ വിട്ട് വെച്ചേക്കുവാണ്. സൺഡേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, സൺഡേ എന്നുള്ളത് നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. റിവൈസ് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ അതിൽ നിന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഈ ടെക്സ്റ്റിൽ നമ്മൾ ചെയ്ത് പഠിക്കുന്നത് എന്താണ്, മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. മെറ്റീരിയലാണ് നമ്മൾ ഇത് ചെയ്യണത്. മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ അല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരാം. ഓക്കെ, ഒരു എക്സാം പോലെ. അതപ്പോൾ നമുക്ക് DTക്ക് മാത്രം ഒരു എക്സാം, അക്കൗണ്ട്സിന് മാത്രം ഒരു എക്സാം, കോസ്റ്റ് മാത്രം ഒരു എക്സാം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 3ഉം കൂടി കലർന്നായിരിക്കും ചിലപ്പോൾ വരാൻ പോണത്. ഓക്കെ, നമ്മൾ ആ പഠിച്ച അത്രയും അതായത് ഒരു 6 ദിവസം പഠിച്ചതിൽ നിന്ന് ഒരു 2 DTക്ക് ഇപ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യൻ, അക്കൗണ്ട്സിന് ഒരു 2-3 ക്വസ്റ്റ്യൻ, അങ്ങനെ ആയിരിക്കും ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഞാൻ തരാൻ പോണേ. അത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. സ്വയം ചെയ്ത് നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ആൻസറും കൂടി ഞാൻ ഇതിലേക്ക് ഇടാം. ഓക്കെ, പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല. നമുക്ക് ടൈമുണ്ട്, നമ്മൾ അതനുസരിച്ച് വീണ്ടും അതെന്താണെന്നുള്ളത് നമുക്കൊന്നും കൂടി ചെയ്ത് പഠിക്കാം. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ഓരോന്നിനെ കുറിച്ച് പറയാം. DT പഠിക്കാൻ നേരത്ത് നമുക്ക് പ്രൊവിഷൻസ് കറക്റ്റായിട്ട് പഠിക്കണം.
ഓക്കെ, ഞാൻ റിവിഷൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. DTയുടെ ഇനി സാലറിയാണ് തുടങ്ങേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ ബാലൻസ് എല്ലാ പ്രോബ്ലവും ചെയ്തൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്, ഒക്കെ ഇട്ടിട്ടുണ്ട്. അക്കൗണ്ട്സിൻ്റെ ഇട്ടിട്ടുണ്ട്, കോസ്റ്റിങ്ങിനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഞാൻ ആ തരണ പോർഷൻസിൻ്റെ കുറിച്ചൊരു ബ്രീഫ് ഐഡിയ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇതാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അതിൻ്റെ പോയിന്റുകൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾ അടുത്ത ദിവസം അത് പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ പഠിക്കുമ്പോൾ നേരത്തെ നിങ്ങളൊരു നോട്ട് എടുത്ത് വെച്ച് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ പ്രോബ്ലം വരണത് ഇങ്ങനെ പ്രോബ്ലം ചോദിക്കണത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിന് പ്രിപ്പയർ ആയിരിക്കേണ്ടത്, നമ്മൾ എങ്ങനെ അതിന് ആൻസർ ചെയ്യണം, അങ്ങനെയുള്ള പോയിന്റുകൾ നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, നിങ്ങളുടേതായ ലാംഗ്വേജ്. കാരണം ഇനി നമ്മൾ തിരിച്ച് അടുത്ത മാസമൊക്കെ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത മാസമൊക്കെ റിവിഷൻ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനകത്ത് വീണ്ടും നമ്മൾ ഫസ്റ്റിലിരുന്ന് പഠിക്കണ പോലെ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അത് വന്നാൽ നമുക്ക് വേസ്റ്റാണ്, നമ്മളുടെ ഈ ഒരു മാസം വേസ്റ്റാണെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചു പോണ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് അതിൻ്റെ പോയിന്റുകൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളതിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇടാൻ നേരത്തെ നമുക്ക് കിട്ടാത്ത അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുടേതായ ലാംഗ്വേജിൽ നമ്മൾ എഴുതി, മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മെറ്റീരിയലിൻ്റെ ആ ഒരു ഭാഗത്ത് പേപ്പർ എടുത്ത് സ്റ്റേപ്പിൾ ചെയ്ത് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു നോട്ട് എടുത്തിട്ട് അതിൽ എഴുതി വെക്കുക. അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റണം. കാരണം നമ്മൾ ഇനി റിവൈസ് ചെയ്യാൻ നേരത്തെ ആ ഒരു പോയിന്റ്, ആ ഒരു ബുക്ക് മാത്രം നമുക്ക് നോക്കിയാൽ മതിയായിരിക്കണം. നമുക്കത് ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഫുള്ളൊരു വ്യൂ കിട്ടാനായിട്ട് ആ ഒരു നോട്ട് നമുക്ക് നോക്കിയാൽ മതിയായിരിക്കണം. അതേപോലത്തെ ഒരു നോട്ട് നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അക്കൗണ്ട്സിൽ ഫസ്റ്റ് നാളെ തുടങ്ങുകയാണെങ്കിൽ ബേസിക്സ് മാത്രമാണ് ഞാൻ ഇട്ടേക്കണത്. ഓക്കെ, ബേസിക്സ് മാത്രമാണ്. എല്ലാവർക്കും അറിയാൻ പാടില്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണവരുണ്ടാവും അല്ലേ. എല്ലാവർക്കും എല്ലാം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യാതിരിക്കരുത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇതൊക്കെ എനിക്കറിയാം, ഇതൊക്കെ പിന്നീട് നോക്കിയാലും മതി എന്ന് വിചാരിക്കരുത്. എൻ്റെ ഒപ്പം വരണവർ ഈ ഒരു മാസം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ തീരണം. ഓക്കെ, അതനുസരിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്തൊക്കെ വന്നാലും നിങ്ങളതൊരു കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് അവരെ സ്പെഷ്യലായിട്ട് എടുത്ത് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ചാനലിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്കായിട്ട് ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ അവർക്കായിട്ട് ക്വസ്റ്റ്യൻ ഇട്ടാൽ പോരെ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ഇനി മാക്സിമം പേരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ക്ലാസ് തുടങ്ങണേന് ഞാൻ ഇന്നാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ എത്ര പേരിലേക്ക് അത് റീച്ച് ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ DTനെ സംബന്ധിച്ചിടത്തോണെങ്കിൽ ഈ ഒരാഴ്ചയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്നത് നാളെ ബേസിക്സ്, പിന്നെ അടുത്ത ദിവസം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അതിൻ്റെ അടുത്ത ദിവസം അഗ്രികൾച്ചറൽ ഇൻകം, അതിൻ്റെ അടുത്ത ദിവസം ടെക്സ്റ്റ് കൊടുത്തിന് എക്സെപ്റ്റഡ് ഇൻകം ആണ്. അത് നമുക്കിപ്പോൾ പഠിക്കേണ്ടത്, നമുക്കത് ലാസ്റ്റായിട്ട് പഠിക്കാം. ഓക്കെ, കാരണം എല്ലാത്തിനും വരണുണ്ടായില്ല. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും എളുപ്പം. പിന്നെ സാലറി എന്നുള്ളത് സാലറിയുടെ ബേസിക് മാത്രമേ ഇടണുള്ളൂ. ബാക്കിയുള്ളത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും അലവൻസും ഒക്കെ അടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, ഈ പഠിച്ച് അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ സൺഡേ എത്തുമല്ലോ. ഈ സൺഡേ എത്താൻ നേരത്ത് ഇത് ഫുള്ളായിട്ട് നിങ്ങൾ ഒന്നുകൂടി 2 or 3 പ്രാവശ്യം റിവിഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം എന്താ, ബേസിക് പഠിച്ചു. അടുത്ത ദിവസം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എടുക്കാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ബേസിക്കും പഠിക്കണം. പഠിച്ച് ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമേ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എടുക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം അഗ്രി ഇൻകം എടുക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ മേലെ പഠിച്ച ആ 2 നമ്മൾ ഓർത്ത് നോക്കണം. അതിന് ശേഷം മാത്രമേ നിങ്ങൾ അഗ്രി പഠിക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ പഠിച്ചിട്ട് സൺഡേ വരാൻ നേരത്ത് നമ്മൾ ഒന്നും കൂടി റിവൈസ് ചെയ്ത് നമ്മൾ ഏതെങ്കിലും പോയിന്റ് നമുക്ക് കിട്ടാതെ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ് ശ്രദ്ധിക്കാതെ ഉണ്ടോ, അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ഇപ്പോൾ ചാനലാണെങ്കിൽ ഏതാണെങ്കിലും നിങ്ങൾ പഠിച്ചതിൻ്റെ പോയിന്റ് ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒന്ന് വോയിസ് ആയിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അത് എളുപ്പമായിരിക്കും എന്താ പഠിച്ചത് എന്നുള്ളത്. അത് ഒരാളൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. കാരണം അത് വീണ്ടും എല്ലാവരും ചെയ്യാനുള്ള ഒരു റീസൺ, അതിന് ഒരാൾ നാണിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് വേഗം അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് എന്താണ് ഇന്ന് പഠിച്ചത്, ഇത്രയും ടോപ്പിക്കാണ് ഞാൻ ഇത്രയും ശ്രദ്ധിച്ചിട്ടുള്ളൂ, ഇതിൽ കൂടുതൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ എന്നുള്ള പോലെ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ അത് പറഞ്ഞു വരികയും ചെയ്യും. ഓക്കെ,
അത് DTയുടെ കാര്യം. ഇനി അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട്സ് എടുക്കാൻ നേരത്തേക്കും നമുക്ക് ഫസ്റ്റ് കുറച്ച് ടോപ്പിക്കുകളുണ്ട്. മീൻസ് ഒന്ന് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അതെല്ലാവരും അങ്ങോട്ട് വിട്ട് കളയുകയാണ് പതിവ്. ഇവിടെ വിട്ട് കളയരുത്. കാരണം വിട്ട് കളയരുതെന്ന് പറഞ്ഞാൽ പിന്നീടുള്ള ചാപ്റ്റേഴ്സൊക്കെ ഈ ഒരു ബേസിക് വെച്ചിട്ടാണ് പിന്നീടുള്ള ചാപ്റ്റേഴ്സിനൊക്കെ നമുക്ക് എന്താ പറയുക, നന്നായിട്ട് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഐഡിയ കിട്ടുന്നത് ഈ ചാപ്റ്റേഴ്സിൻ്റെ നമ്മൾ എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു ലിമിറ്റ്, ആ ഒരു ഇത് വെച്ചിട്ടാണ് നമുക്ക് പിന്നീടുള്ള ചാപ്റ്റേഴ്സിന് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തുടങ്ങാൻ നേരത്തെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്ന ചാപ്റ്റേഴ്സാണ് ഞാൻ ഇട്ടിട്ട് പോയത്. AS, പാർട്ട്ണർഷിപ്പ്, അങ്ങനെയൊക്കെയുള്ള ചാപ്റ്റർ നിങ്ങളെന്ത് ആവശ്യപ്പെടണം അതാണ് ഞാൻ ഇട്ട് പോയത്. പക്ഷേ നമ്മളിപ്പോൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ നേരത്ത് നമ്മൾ അതേപോലെ പഠിക്കുന്നില്ല. നമ്മൾ ഫസ്റ്റിലിരുന്നേ പഠിക്കുകയാണ്. നമുക്കതിൽ MCQ വേണം, അതിലെന്താണ് ആ മെറ്റീരിയൽ എന്താ പറഞ്ഞിരിക്കണേന്ന് വേണം, നമുക്ക് എന്താ പറയുക അതിലെന്താണ് ബേസ് നമുക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷേ ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. എന്തായാലും അതിൻ്റെ ബേസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഇത് നമുക്ക് എന്താണ് പ്രോപ്പർ ആയതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത ലെവലിലോട്ട് പോകാവൂ. ഓക്കെ, അപ്പോൾ ഇതും ഇതേപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ ഇതിൽ അപ് ടു ട്രയൽ ബാലൻസ് വരെയാണ് ഫസ്റ്റ് ഡേ, അതായത് നാളെ തുടങ്ങാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ട്രയൽ ബാലൻസ് വരെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക പലതും ഉണ്ടാവും അല്ലേ, ജേർണൽ എൻട്രി എഴുതണേ ഉണ്ടാവും, എല്ലാം ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നുള്ളതല്ല. അതെങ്ങനെ വന്നു അല്ലേ, അതെങ്ങനെ വന്നു. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്പെൻസും ഇൻകവും അസറ്റും ലൈബിലിറ്റിയൊക്കെ എന്തുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു ബേസിക് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്നാലേ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എളുപ്പമാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് അല്ലേ. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നമുക്ക് ബേസ് എങ്ങനെ അല്ലെങ്കിൽ കാണാതെ പഠിച്ചു വെച്ച് എൻട്രി കുറേ പഠിച്ചു വെക്കണോണ്ടുണ്ടാവും. അതേപോലെ ആവരുത്. ഇതെങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളത് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ചാപ്റ്റേഴ്സ് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ മനസ്സിലാക്കണ കാര്യങ്ങൾ നിങ്ങൾ തനിയെ എഴുതി വെച്ച് മെറ്റീരിയലാണ് യൂസ് ചെയ്യണമെങ്കിൽ ആ മെറ്റീരിയൽ ഒരു പേപ്പറിൽ എഴുതി സ്റ്റേപ്പിൾ ചെയ്ത് വെച്ച് നിങ്ങൾ പോരണം. ഓക്കെ, അല്ലാണ്ട് പിന്നെ ഇത് റിവൈസ് ചെയ്ത് പിന്നെ ഇത് ഫസ്റ്റിലിരുന്ന് കാണാനുള്ള ഇടപെടൽ നിങ്ങൾക്ക് വരരുത്. ആ ഒരു പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫോവും അതിലുണ്ടായിരിക്കണം. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ ഇട്ടേക്കുന്നത് ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷനിൽ ഒരു ഉഗ്രം പ്രോബ്ലം ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ 2, 3, 4 പ്രാവശ്യം ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. ഓക്കെ, ആ ചെയ്ത് പഠിച്ച് അതിൻ്റെ അത് വെറുതെ ഇരുന്ന് കാണാതെ പഠിക്കരുത്. കുറേ പേര് ഞാൻ പറയണ കേട്ടിട്ടുണ്ട് പ്രോബ്ലംസ് ഒക്കെ കാണാതെ പഠിച്ച് അതുകൊണ്ട് ആ ഫിഗേഴ്സ് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം എന്ന്. ആ ഫിഗർ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇത് മാറ്റി തന്നെ എന്ത് ചെയ്യും. അതുകൊണ്ട് അങ്ങനെയല്ല, മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇരുന്ന് തന്നെ മനസ്സിലാക്കി അതനുസരിച്ച് തന്നെ നമ്മൾ പോകണം. ഓക്കെ, ഇനി കോസ്റ്റിങ്ങിൻ്റെ കാര്യം ഇടുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റിംഗ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലിരുന്ന് എല്ലാ ഇതും ഇട്ടിട്ടുണ്ട് അല്ലേ. കോസ്റ്റിങ്ങിൽ നമ്മൾ എല്ലാ വീഡിയോസും നമ്മൾ സ്റ്റാർട്ടിങ്ങിലിരുന്ന് ഇട്ടേക്കണം. എൻഡിലെ കുറച്ച് വീഡിയോസ് മാത്രമേ നമുക്ക് പെൻഡിങ് ഉള്ളൂ. ബാക്കി എല്ലാ പ്രോബ്ലംസും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്താ നമ്മൾ ചെയ്യാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ തിയറി നമ്മൾ പഠിക്കണം. അതിന് തിയറി മാത്രമായിട്ട് ഒരു സെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ബോറിംഗ് ആവും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഇൻട്രോയിൽ കുറച്ച് കാര്യങ്ങളും പിന്നെ മെറ്റീരിയലിലെ പ്രോബ്ലം ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, പിന്നെ മെറ്റീരിയലിലെ കുറേ തിയറീസ് ഉണ്ട്. ആ തിയറീസിനേക്കാളും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നല്ല, നമുക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ തിയറീസൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഏത് പഠിക്കണമെന്നുള്ള പ്രോബ്ലംസ് ബേസിലാണ് ഞാനിവിടെ ഇപ്പോൾ ചാർട്ട് തയ്യാറായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തിയറിയും ആഡ് ചെയ്ത് തരാം. ഇപ്പം ഞാൻ തിയറി ആകെ ആഡ് ചെയ്തിരിക്കുന്നത് ആ ഫസ്റ്റ് വീക്കിൻ്റെ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് വീക്കിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻട്രോ ചാപ്റ്ററും പിന്നെ മെറ്റീരിയലിൻ്റെ പ്രോബ്ലംസും അങ്ങനെയാണ് ഞാൻ ചാർട്ട് പ്രിപ്പയർ ചെയ്തേക്കണം. അതായത് നാളെ പഠിക്കേണ്ടത് ഇൻട്രോ, കോസ്റ്റിനെ കുറിച്ചുള്ളൊരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക. ടേംസ് പഠിക്കുക. പിന്നെ മെറ്റീരിയൽ എന്നുള്ള ചാപ്റ്റർ എടുത്തിട്ട് EOQൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, EOQ എന്താണെന്ന് അറിഞ്ഞിട്ട് EOQൻ്റെ പ്രോബ്ലംസ് ചെയ്യുക. ഇത്രയാണ് നാളെ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഓരോ ദിവസവും ചെയ്തതിന് ശേഷം നമ്മൾ സൺഡേ വരുമ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ ലൈവായിട്ട് ഒരു സെക്ഷൻ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയണ പോലെ താല്പര്യമുള്ളവരെയൊക്കെ കൂടി നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് അവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പോലെ ഞാൻ ഫോട്ടോ എടുത്ത് അയക്കാം. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയാലും ശരി, ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ശരി,
നിങ്ങളത് റെസ്പോണ്ട് ചെയ്യണവർ മാത്രം അതിൽ നിൽക്കുക ദയവ് ചെയ്ത്. ഓക്കെ, ഇനി ഞാൻ ചോദിച്ചാൽ അത് മണ്ടത്തരാവോ അല്ലെങ്കിൽ ഞാനത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കളിയാക്കലാവോ, അങ്ങനെയൊന്നുമില്ല. ആർക്കും എല്ലാം തികഞ്ഞ ആരും അവിടെ ഇല്ല. ഓക്കെ, ഒന്ന് കറക്റ്റായിട്ട് എല്ലാം മനസ്സിലാക്കി പോവുക. നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കുക. അപ്പോൾ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യും. ഓക്കെ, അത് അവർ പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആരും മടിച്ച് നിൽക്കണ്ട. നമ്മളിനി മടി കാണിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിനും പിന്നോട്ട് പോകാൻ നിൽക്കണ്ട. നമ്മൾ കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രിയോട് കൂടി തന്നെ നമ്മൾ നാളെ തുടങ്ങി പഠിക്കാനുള്ളത് നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലത് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ഇത്രയും പോർഷൻസ് നമ്മൾ പഠിക്കും, എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ കവർ ചെയ്യും. ഇനി ഇൻ കേസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സൺഡേ എന്തൊക്കെ വന്നാലും ഇതിനു വേണ്ടി മാത്രം ഇരിക്കും. ആ ഒരാഴ്ചത്തെ എത്രയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല അതൊക്കെ ഞാൻ കവർ ചെയ്ത് തീരും എന്നുള്ള ആ ഒരു ടാർഗറ്റ്, ആ ഒരു മൈൻഡ് സെറ്റാക്കി നിങ്ങൾ വെക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഇതിൽ ഈ ഒരാഴ്ചത്തെ ഇങ്ങനെ പോട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരുത്തും. കാരണം ഇപ്പം ഞാനൊരു ഇതിനാണ് എത്ര നാൾ കൊണ്ട് തീർക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇട്ട് പോയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് DT എന്നുള്ളത് ഈ മാസം ലാസ്റ്റോടുകൂടി തീർക്കാൻ പറ്റും. എങ്ങനെയൊക്കെ വന്നാലും അക്കൗണ്ട്സിന് കുറച്ച് ടൈം എടുക്കേണ്ട. അക്കൗണ്ട്സിന് നമുക്ക് അടുത്ത മാസം 7th വരേക്കും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാരണത്താൽ നമുക്ക് ഇത്തിരി ഡിലേ വരുവാണെന്നുണ്ടെങ്കിലും ആ ഫസ്റ്റ് വീക്കോട് കൂടി അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടി നമുക്ക് എന്തൊക്കെ വന്നാലും നമുക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അടുത്ത ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഇൻഡയറക്റ്റ് ടാക്സും സെക്കൻഡ് ഗ്രൂപ്പിൽ അതേപോലെയുള്ള വിഷയവും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനോടൊപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ട് തരുന്നതായിരിക്കും, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് പഠിക്കണ അനുസരിച്ച് നിങ്ങൾ ആ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എല്ലാവർക്കും അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യണമെങ്കിൽ ഇത് എനിക്ക് മാത്രം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നൊന്നും പറഞ്ഞ് ഈ LKG UKG പിള്ളേരെ പോലെയൊന്നും ആരും ഇരിക്കില്ലല്ലോ അല്ലേ. എല്ലാവരും എന്താ പറയുക നല്ല ഒരു മൈൻഡ് സെറ്റോടു കൂടി, എല്ലാവർക്കും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയോട് കൂടി അങ്ങനെയല്ലേ ഇരിക്കുകയുള്ളൂ എല്ലാവരും അല്ലേ. നമ്മളൊക്കെ ഇത്തിരി മുതിർന്ന പിള്ളേരല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെ വന്നാൽ ആ ഒരു മൈൻഡ് സെറ്റല്ലേ നമുക്ക് വരുള്ളൂ അല്ലേ. കുഞ്ഞു പിള്ളേർ വാശി പിടിക്കുന്ന പോലത്തെ ആ വാശിയൊന്നും നമുക്ക് വരില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലിരിക്കുക. നമുക്കുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തും ആൻസർ ഷെയർ ചെയ്യണമെന്നേ ഇല്ല, ചെയ്യണമെങ്കിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. കാരണം മാക്സിമം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമല്ലേ. പിന്നെ ഓരോന്ന് പഠിക്കുന്തോറും ഞാൻ പറഞ്ഞു പോയിന്റ് മസ്റ്റാണ്. നമ്മൾ ഈ കൊട്ടക്കണക്കിന് ഇതൊന്നും അല്ല അവിടെ പോയിന്റ് ആണ് നോക്കണത്. ആ പോയിന്റിനെ അണ്ടർലൈൻ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റിയ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, പിന്നെ ആ പ്രസൻറ്റേഷൻ സൂപ്പർ ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ കുത്തിക്കാച്ച് എഴുതി വെക്കരുത്. നമ്മുടെ പ്രസൻറ്റേഷൻ നമ്മൾ നീറ്റ് ആൻഡ് ക്ലിയർ ആൻഡ് ക്ലാരിറ്റിയോട് കൂടി ഇരിക്കണം. ഓക്കെ, അതൊക്കെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണതിനെ കുറിച്ച് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇടാം. നാളത്തെ അതേപോലെ ഞാൻ എല്ലാ ദിവസവും ഇടുന്നതായിരിക്കുള്ളൂ അല്ലേ. ഇപ്പം നാളെ പഠിക്കാനുള്ള വീഡിയോ ഞാൻ ഇന്ന് രാത്രി ഇടാം. എന്തൊക്കെയാണ് DTയിൽ എന്തൊക്കെയാണ്, അക്കൗണ്ട്സിൽ എന്തൊക്കെയാണ്, കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നും അതിൽ എന്തൊക്കെ നമ്മൾ മെയിനായിട്ട് നോക്കണമെന്നും അതിൽ ഇത്രയൊക്കെ പോർഷൻസ് നമ്മൾ കവർ ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ തലേ ദിവസം ഇടാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ ഇടുന്നതനുസരിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും ടൈം ഉണ്ടാക്കി, നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും, ആർട്ടിക്കൽഷിപ്പിന് പോകുന്നവരുണ്ടാവും, ചുമ്മാ വീട്ടിലിരിക്കുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തോ ആയിക്കോട്ടെ നമ്മൾ ആ ഒരു ടൈം എങ്ങനെയെങ്കിലും ഒതുക്കി വെക്കുക. ഒതുക്കി ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ 100 തിരക്കുണ്ട്, പക്ഷെ ഇത്രയും പേര് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, ഇത്രയും പേര് എന്താ പറയുക പഠിക്കണം, അതിനൊരു ബൂസ്റ്റ് ഒരു എനർജി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കും അതൊരു എന്താ പറയുക, എനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം അല്ലേ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു ഫീല് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് തന്നെ ഇടാൻ കാരണം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാൻ മുന്നേ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ആഴ്ച മുന്നേ എങ്കിലും ഞാനിത് റെക്കോർഡ് ചെയ്ത് ഞാൻ ഇട്ടേനെ, അപ്ലോഡ് ചെയ്തേനെ, വീഡിയോ ആക്കിയിട്ട് എത്ര പേരുണ്ടെന്നൊക്കെ ചോദിച്ചേനെ. ഇത് തലേദിവസം തന്നെ ഇടുന്നത് ഞാൻ നിങ്ങളുടെ അത്രയും എന്താ പറയുക, ഒരാളോ രണ്ടാളോ ഒന്നുമല്ല, അത്രയും പേര് എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ഈ തലേദിവസം രാത്രി ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും റെഡി ആവുക. പിന്നെ എനിക്കെല്ലാം അറിയാം എന്നുള്ള ആ ഒരു മൈൻഡ് അങ്ങനെ തന്നെ വിട്ട് കളയുക.
നമുക്ക് സ്റ്റാർട്ടിങ്ങിലിരുന്ന് നമ്മൾ തുടങ്ങാൻ പോവാണ്. നമുക്ക് ടൈമുണ്ട്. നമ്മളെല്ലാം എന്താ പറയുക, ഞാൻ ഇതിൽ നിന്ന് 10 മാർക്ക് ചോദിക്കും, അതിൽ നിന്ന് 5 മാർക്ക് ചോദിക്കും എന്നല്ല വിചാരിച്ചല്ല, നമ്മൾ 100% പോർഷൻസും കംപ്ലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ബേസ് ആക്കി തന്നെ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വെയിറ്റേജ് അനുസരിച്ചല്ല നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എവിടെ ഇരുന്നും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് നമുക്ക് അതിനെല്ലാത്തിനും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. സോ ഓക്കെ, ചിലരുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവാം, ചിലരുടെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. എന്തൊക്കെ തന്നെയായാലും നമ്മളൊന്ന് ഇതിലേക്ക് പഠിച്ചതിന് ശേഷം ആ പോർഷനിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഉപകാരവും. അപ്പോൾ ഒത്തിരി അത് ഇൻട്രസ്റ്റിംഗ് ആയി പോകും. ഓക്കെ, പിന്നെ എന്താ പറയുക, ഞാൻ സൺഡേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം. നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പറയുക. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാത്രം ചോദിക്കുക. അല്ല കിട്ടി, എനിക്കെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോഴേ അത് നമുക്കൊരു ആക്റ്റീവായിട്ട് പോണ പോലെ തോന്നുള്ളൂ. അത് നമുക്ക് എന്താ പറയുക, അത് നമുക്ക് വീണ്ടും അത് നിർത്തിക്കളയാതെ വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ തോന്നുള്ളൂ. പിന്നെ എന്താ പറയുക, അപ്പോൾ എല്ലാവരും റെഡിയാവും. എത്ര പേര് റെഡി ആയിട്ടുണ്ടെന്നുള്ളത് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് റെഡി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവരെ ഞാൻ തനിയായിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യാം. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആവശ്യമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരെ പിടിച്ച് നമ്മൾ അവർക്കും കൂടി ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ടെലിഗ്രാമിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. ഇഷ്ടമുള്ളവരെ മാത്രം ഞാനൊരു ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് അത് ഒരു 5 പേര് കൂടി മതി. ഒരു 5 പേരുണ്ടായാൽ മതി. ആ ഒരു 5 പേര് കൂടി നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റെഡി ആയിട്ടുള്ളവർ റെഡി എന്നും പറഞ്ഞ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യാം, എന്താണ് നാളെ പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. നമ്മൾ ഉടനെ തന്നെ തുടങ്ങുകയാണ്, നാളെ തന്നെ നമ്മൾ തുടങ്ങുകയാണ്. എല്ലാവരും മൈൻഡ് പ്രിപ്പയർ ചെയ്തെടുക്കുക. ഓക്കെ, താങ്ക് യു.